തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലെ ചില സാംസ്കാരിക നായകരും ചില വിവാദങ്ങളിൽ പെടുന്നത് പതിവാണ്. അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അവിടെ ഉണ്ടാകുന്ന പിടിവലിയുമൊക്കെ പോലീസിന് തലവേദനയുമാണ്. ഇത് CPMന് തലവേദനയായ ഒരു സംഭവമാണ്. നമുക്കറിയാം, അഭിമന്യുവിൻ്റെ കൊലപാതകം 2018 ജൂലൈ 2-നാണ് 20 വയസ്സുള്ള SFIയുടെ സജീവ പ്രവർത്തകൻ എറണാകുളത്ത് കൊല്ലപ്പെടുന്നത്. ആ കൊലപാതകം കഴിഞ്ഞു. അതിനുശേഷം അഭിമന്യുവിൻ്റെ പേരിൽ SFI ഒരു പിരിവ് നടത്തി, അഭിമന്യുവിന് വീട് വെച്ച് നൽകി. അങ്ങനെ തുടങ്ങി ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ CPMും SFIയും ഫണ്ട് പിരിച്ചതൊക്കെ നമുക്കറിയാം. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. എന്നാൽ മാനവീയം വീതിയുടെ അമരക്കാരെന്ന് സ്വയം നടിച്ചു നടക്കുന്ന 2-3 ആളുകളുണ്ട്. പേര് എടുത്തു പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ശ്രീ KG സൂരജും വിനോദ് വൈശാഖിയും. അവർ CPMൻ്റെ അനുഭാവികളാണ്. ചില സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന ആളുകളുമാണ്. അവർ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ, അവർ രസീതില്ലാതെ കുറച്ച് കാശങ്ങ് പിരിച്ചു. KN കുഞ്ഞഹമ്മദിനെ പോലെ CPM സഹചാരികളായ ആളുകൾ അവർക്ക് കിട്ടിയ അവാർഡിൻ്റെ തുകയൊക്കെ ഈ വിശ്വസ്തരായ ആളുകളെ ഏൽപ്പിച്ചു. എന്തിനാണ്? അഭിമന്യുവിൻ്റെ പേരിൽ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുമെന്നായിരുന്നു ഈ ആളുകളുടെ, ഈ പുണ്യവാന്മാരുടെ പ്രഖ്യാപനം. എന്നിട്ട് എന്തായി? ഇന്നിപ്പോൾ 2024 2018 അഭിമന്യു മരിച്ചത്. പിരിവ് ആ സമയത്ത് നടന്നു, രസീത് ഉണ്ടായിരുന്നില്ല. ഇവർ മാനവീയം വീതിയിലെ തെരുവിടം സാംസ്കാരിക കൂട്ടായ്മയുടെ വലിയ നേതാക്കളാണ്, വലിയ അമരക്കാരാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ, സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക പ്രവർത്തകരും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ സംഭാവന നൽകി. അഭിമന്യുവിൻ്റെ പേരിലല്ലേ. അഭിമന്യുവിനോട് നാടൊന്നാകെ ഇഷ്ടം തോന്നിയ സമയമായിരുന്നു. എത്ര പിരിച്ചെന്നോ എത്ര കിട്ടിയെന്നോ ആർക്കും ഇതുവരെ അറിയില്ല. 2022 ഇവർ ഒരു 3.5 ലക്ഷം രൂപ കേരള ബാങ്കിൽ 6.25%, അതായത് 6.25% പലിശയ്ക്ക് ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചിരുന്നു. എന്നിട്ട് അത് ഇതുവരെ തിരികെ എടുത്തിട്ടുമില്ല. ഇവർ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജില്ലയുടെ അമരക്കാർ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സമ്മേളനത്തിൽ ചോദ്യമുയർന്നു. നിങ്ങൾ പിരിച്ചിരുന്നുവല്ലോ അഭിമന്യുവിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ രസീതില്ലാതെ. ആ തുക എവിടെ? നിങ്ങൾ സ്കോളർഷിപ്പ് കൊടുത്തോ? ഇത് CPMൻ്റെ അനുഭാവികളുടെ ഒരു കൂട്ടായ്മയൊക്കെ ആണല്ലോ. അതിന് കണക്കും കാര്യങ്ങളും ഒക്കെ വേണ്ടേ? പോരാത്തതിന് നിങ്ങൾ പിരിവിനിറങ്ങിയപ്പോൾ തന്നെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ ആനാവൂർ നാഗപ്പൻ നിങ്ങളെ എതിർത്തിരുന്നില്ലേ? കാരണം CPMും SFIയും ഇതേ കാര്യത്തിന് പിരിവ് നടത്തുന്നുണ്ട്, ഫണ്ട് പിരിക്കുന്നുണ്ട്, ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. സമാന്തരമായി ഇങ്ങനെ ഒരു പിരിവ് വേണമോ എന്ന് അന്ന് അദ്ദേഹം ചോദിച്ചിരുന്നില്ലേ? പിന്നെ എന്തിന് ഈ പിരിവ് എന്നൊക്കെ നിങ്ങളോട് അന്ന് പലരും ചോദിച്ചിരുന്നു. എങ്കിലും നിങ്ങൾ രസീതില്ലാതെ കാശ് പിരിച്ചു. ആ കാശ് എവിടെ എന്ന് പലരും ചോദിച്ചു. ഇപ്പോൾ ഇവർക്കെതിരെ ജില്ലാ കമ്മിറ്റിയിൽ പലരും പരാതി നൽകിയിരിക്കുകയാണ്. ഇവർക്കെതിരെ മാനവീയം വീതിയിൽ തന്നെ പല ആളുകൾക്കും ഇഷ്ടക്കേടുണ്ട്. അനഭിമതരാണ് ഈ 2 ആളുകളും പലർക്കും. ഒന്നുകിൽ ഇവർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതുകൊണ്ടുള്ള ഇഷ്ടക്കേടായിരിക്കണം, അല്ലെങ്കിൽ ഇവർ എന്തൊക്കെയോ തരികിട കാണിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ഇഷ്ടക്കേടായിരിക്കണം. ഏതായാലും ഈ തുക 3.5 ലക്ഷം രൂപ കേരള ബാങ്കിൽ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്ര മാത്രമാണോ പിരിച്ചു കിട്ടിയത് എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതിരിക്കുന്നു. എന്തായാലും ഈ സ്കോളർഷിപ്പ് ആർക്ക് നൽകും, എന്തിനു നൽകും, ഇതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നിത്യാദി കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഈ 2 മഹത് വ്യക്തികളും പ്രഖ്യാപിച്ചിട്ടില്ല. ഇതെന്ത് വന്നാലും CPMന് തലവേദനയാണ്. കാരണം CPM എപ്പോഴും ഇത്തരക്കാരെ അങ്ങ് അലങ്കരിച്ച് വയ്ക്കുന്ന, അല്ലെങ്കിൽ അലങ്കരിച്ച് തലയിന്മേൽ ചുമക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് എപ്പോഴും CPMന് തലവേദന സൃഷ്ടിക്കാറുമുണ്ട്. മാനവീയം വീതിയിൽ ഇവർ ആണ് എല്ലാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ CPMൻ്റെ തന്നെ പാളയം അല്ലെങ്കിൽ അനുബന്ധ സ്ഥലത്തുള്ള CPM നേതാക്കൾക്ക് ഇവരോട് ചില ഇഷ്ടക്കേടും പൊരുത്തക്കേടുകളുമുണ്ട്. അത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാവുന്നതുമാണ്. അവർ തന്നെ പറയുന്നു, ഇവർ ആണ് പ്രശ്നക്കാർ, ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, ഇവർ CPMൻ്റെ പേര് പറഞ്ഞ് മറ്റു ചില ഗൂഢനീക്കങ്ങൾ നടത്തുന്നവരാണ് എന്ന് ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നുണ്ട്. അതിൽ ചില ആളുകളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ഫണ്ട് എവിടെ പോയി? രസീതില്ലാതെ പിരിച്ച കാശിൻ്റെ കണക്കെത്ര? ഈ ഫണ്ട് എന്ത് ചെയ്തു? എന്തിന് വിനിയോഗിച്ചു? അല്ലെങ്കിൽ എത്ര രൂപ കിട്ടി? ഈ കണക്ക് എന്തു വന്നാലും
ഈ രണ്ട് പുണ്യ ആത്മാക്കളും കൂടി പുറത്ത് പറയേണ്ടി വരും. CPM ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.